നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ പോക്ക് ശരിയാവില്ല. എടി ഈ ട്രാഫിക്കിൽ ഈ സ്പീഡിലേ പോകാൻ പറ്റുമോളെ? അതല്ല, ശാലിനി ഇങ്ങനെ വിട്ടാ പറ്റില്ലാന്ന്. എന്താടി പുതിയ പ്രശ്നമാണോ? പുതിയ പ്രശ്നം? എല്ലാ ദിവസവും പുതിയ പ്രശ്നം തന്നെയല്ലേ. നഗരസഭയിൽ ഓരോ തടസ്സം പറഞ്ഞ് തടഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ കളക്ടറുടെ റെക്കമെൻഡേഷനിൽ സാങ്ഷൻ ആക്കേണ്ടി വരുന്നു. അത് നീ ഓരോ മുട്ടാ പോക്ക് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഫയലുകളല്ലേ? അതേന്ന് കൂട്ടിക്കോ. ഞാൻ പിന്നെ പുണ്യം കിട്ടാനാണോ ഇത്രയും കാശ് മുടക്കിയിട്ട് മേയറായത്? എടി നിന്റെ രോഷമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലെ ഇപ്പൊ നടവരവും കുറവാ. കളക്ടർ ഓഫീസിൽ ഡെയിലി ബ്രീഫിംഗ് ഉണ്ടായതുകൊണ്ട് പോലീസുകാർക്കൊന്നും ഇടം വരെ തിരിയാൻ പറ്റുന്നില്ല മോളെ. പോലീസുകാരെയൊന്നും കൊച്ചു പിള്ളേർക്ക് പോലും പേടിയില്ലാത്ത അവസ്ഥയായി. കളക്ടർ പേരും പറഞ്ഞേ തിരിച്ചിപ്പോ ഇങ്ങോട്ട് പേടിപ്പിക്കുക. ഇതിന് പ്രതിവിധി ഒന്നും ഇല്ല ചിറ്റപ്പ. വരട്ടെ, കൈപ്പാങ്ങിനൊന്നും വീഴാതിരിക്കത്തില്ല. ഓ ആരാ ചിറ്റപ്പ? ആ സുരേന്ദ്രനാടി. ഏത് റേഷൻ കടയിലുള്ളതോ? ഓ, അവനെ കട നടത്താൻ ഏൽപ്പിച്ചത് തന്നെ അബദ്ധമായെന്ന് തോന്നുന്നു. നുള്ളി പിച്ചി മാന്തി ഇങ്ങനെ ഓരോ കുഞ്ഞു കാര്യം പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കും ഷാനി പിടിച്ചത്. എടി ഞാനൊരു ACP ആണെന്നോ തിരക്കുണ്ടെന്നോ അവൻ അങ്ങനെ ഒരു വിചാരമേ ഇല്ല. എന്റെ കാക്കി യൂണിഫോം കെട്ടട്ടെ അവൻ വിചാരിച്ചിരിക്കുന്നതേ ഞാൻ നിന്റെ റേഷൻ കടയിലെ സെക്യൂരിറ്റി ആണെന്നാ. എന്തായാലും ചിറ്റപ്പ ഫോൺ എടുക്ക്, നമ്മുടെ കടയുടെ കാര്യല്ലേ. ഓ എടുക്കാം, ഞാനേ സ്പീക്കറിലിടാം, നീയും കൂടി കേട്ടോണം അവന്റെ ഒരു ഉള്ളി കുറിച്ച പോലുള്ള പ്രശ്നങ്ങള്. ആ പറയൂ സുരേന്ദ്ര, എന്താ പ്രശ്നം? സാർ, ഒരു സ്ത്രീ റേഷൻ വാങ്ങാൻ വന്നിരുന്നു. അതാണോ പ്രശ്നം? എടാ, വരുന്നവർക്ക് റേഷൻ കൊടുക്കാനല്ലേ നീ അവിടെ കടം തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? അതല്ല സാറേ, അവർക്ക് ഞാൻ കൊടുത്ത അരി പിടിച്ചില്ല. പിന്നെ വേറെയും കുറെ പ്രശ്നങ്ങൾ. എടാ, എന്താന്ന് വെച്ചാൽ നേരെ ജോബേ പറ. അത് കഴിഞ്ഞ് വേറൊരു സ്ത്രീ വന്നിരുന്നു. വരുമല്ലോ. അവർ ആദ്യത്തെ സ്ത്രീക്ക് വേണ്ടിയാ വന്നത്. ഇപ്പൊ ആൾക്കാർക്ക് കൂടി ആകെ പ്രശ്നമാ. ആ നീ ഫോൺ വെക്ക്, ഞാൻ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. ശരി സാർ. ഓക്കെ സാർ. സാർ വരട്ടെ കേട്ടാ, ശരിയാക്കി തരാം. കേട്ടല്ലേടി, ഒരു സിവിൽ പോലീസ് ഓഫീസറെ കൊണ്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണ് അവൻ അസിസ്റ്റന്റ് കമ്മീഷണർ വിളിച്ച് പറയുന്നത്. കാര്യം എന്താ? കട നമ്മുടേതാ. അപ്പൊ ഉറുമ്പ് അടിച്ചാലും നമ്മൾ നേരിട്ട് നിന്ന് പ്രശ്നം പരിഹരിച്ചോണം. ചിറ്റപ്പൻ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ ആ ലോക്കൽ സ്റ്റേഷൻ വിളിച്ച് കാര്യം ഒന്ന് പറയട്ടെ. അല്ല, റേഷൻ കടയിൽ അരിത്തർക്കം തീർക്കാൻ ACP പോണോ? ഫോൺ കട്ട് ചെയ്യ് ചിറ്റപ്പ. എന്താടി ഫോൺ കട്ട് ചെയ്യേ. എന്താടി? ചിറ്റപ്പനല്ലേ പറഞ്ഞത് പോലീസിനെ ഒന്നും ഇപ്പൊ ആർക്കും പേടിയില്ലാന്ന്. പുതിയൊരു കളക്ടർ ചാർജ് എടുത്തിട്ടുണ്ടെന്നും പാവൻ ജനങ്ങൾക്ക് എന്തു പ്രശ്നം ഉണ്ടെങ്കിലും അവള് മുന്നിൽ നിൽക്കുന്നുള്ള നെകളിപ്പാ പൊതുജനങ്ങൾക്ക്. അല്ലെങ്കിൽ റേഷൻ കടയിൽ വരുന്ന പുഴുക്കളൊക്കെ നമുക്കെതിരെ തലപൊക്കോ ചിറ്റപ്പ? ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല ചിറ്റപ്പ. നമുക്കെതിരെ ഉയർന്ന ശബ്ദം ഇനി ഒരിക്കലും ഉയരാതിരിക്കണമെങ്കിൽ റേഷൻ കടയിൽ അരിത്തർക്കം തീർക്കാൻ 4 ലോക്കൽ പോലീസ് അല്ല ചിറ്റപ്പ പോകേണ്ടത്. ഏതവളായാലും മുളയിലെ ചവിട്ടി അരയ്ക്കണം. അതിന് മേയറുടെ വണ്ടിയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ ചെന്നിറങ്ങണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.